എങ്ങനെയാണ് പാതിവില സ്കൂട്ടർ തട്ടിപ്പിലേക്ക് അന്വേഷണം വിപുലീകരിക്കപ്പെടുന്നതെന്ന് നോക്കാം. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. സംഘത്തിൽ ഡിവൈഎസ്പിമാരും സിഐമാരും ഒക്കെയായി മാത്രം 81 പേരാണുള്ളത്. ക്രൈംബ്രാഞ്ച് എസ് പി ആയ സോജനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. സമീപകാലത്ത് വെച്ച് പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും വലിയ അന്വേഷണ സംഘം കൂടിയാണിത്. ആർ അനന്തകൃഷ്ണനായിരിക്കും വിവരങ്ങൾ നൽകുക. അനന്തൻ, ഏറ്റവും വലിയ തട്ടിപ്പ് എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേസ് അന്വേഷിക്കാൻ ഏറ്റവും വലിയ അന്വേഷണ സംഘം കൂടി എത്തുകയാണ്. പൂജ, ദിവിഷ്, സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് പാതിവില തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾക്ക് ലഭിച്ചിരുന്ന വിവരം വലിയൊരു അന്വേഷണ സംഘത്തെ തീരുമാനിക്കുമെന്ന് തന്നെയാണ്. ആ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരള പോലീസിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രൂപം നൽകിയിരിക്കുന്നത്. പാതിവില തട്ടിപ്പ് അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ ക്രൈംബ്രാഞ്ച് എറണാകുളം സെൻട്രൽ യൂണിറ്റ് SP സോജനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ CIമാരും ഡിവൈഎസ്പിമാരുമായി മാത്രം 81 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്രൈംബ്രാഞ്ച്, എക്കണോമിക് ഒഫൻസ് വിംഗ്, അതിനൊപ്പം തന്നെ സൈബർ ഡിവിഷൻ, ഈ മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമാണ് ഈ 81 ഉദ്യോഗസ്ഥർ. അത് മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും CIമാരും അടക്കമുള്ളവരാണ് ഈ 81 പേർ. ഇതുകൂടാതെ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും സിവിൽ പോലീസ് ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പട്ടികയുടെ എണ്ണം ഒരുപക്ഷെ 100 പിന്നിട്ടാലും അത്ഭുതപ്പെടാനില്ല. അല്പസമയത്തിനകം തന്നെ ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ അടങ്ങിയ പട്ടിക ക്രൈംബ്രാഞ്ച് പുറത്തുവിടുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ക്രൈംബ്രാഞ്ച് SP സോജന്റെ നേതൃത്വത്തിൽ CIമാരും ഡിവൈഎസ്പിമാരും അടക്കമുള്ള 81 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിപുലമായൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെയാണ് പാതിവില തട്ടിപ്പ് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് DGP ഈ അന്വേഷണം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നത്. ആ ഉത്തരവിൽ പറഞ്ഞത് 5 ജില്ലകളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 34 കേസുകൾ അത് ക്രൈംബ്രാഞ്ചിന് വിടുന്നു എന്നാണ്. ആദ്യം രജിസ്റ്റർ ചെയ്ത 34 കേസുകളാണിത്. ഈ 34 കേസുകളിലുമായി 37 കോടിയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് പോലീസ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 37 കോടിയുടെ തട്ടിപ്പ് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഈ വിപുലമായ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുണ്ട്, എക്കണോമിക് ഒഫൻസ് വിംഗ് ഉദ്യോഗസ്ഥരുണ്ട്, അതിനൊപ്പം തന്നെ സൈബർ ഡിവിഷൻ ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ തന്നെ CIമാരും ഡിവൈഎസ്പിമാരുമായി മാത്രം 81 പേര് ഉദ്യോഗസ്ഥരുണ്ട്. ക്രൈംബ്രാഞ്ച് SP സോജനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷാണ് മേൽനോട്ടം. ഇതുകൂടാതെ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ കൂടി ഈ സംഘത്തിലേക്ക് പിന്നീട് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ള വിവരം കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ 100-ലധികം ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ അന്വേഷണ സംഘം തന്നെയാകും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഇപ്പോൾ 34 കേസുകളിലാണ് അന്വേഷണമെങ്കിൽ കൂടുതൽ പരാതികൾ പല സ്റ്റേഷനുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് അത് ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിലേക്ക് കൈമാറുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ പരാതികളും കൂടുതൽ കേസുകളും സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ 37 കോടിയുടെ അതാണ് അനന്തൻ. ഇപ്പോൾ തന്നെ വന്ന കേസുകൾ ഇത്രയും, ഇനിയും പരാതിപ്പെടാൻ എത്രയോ പേർ നിൽക്കുന്നു. അപ്പോൾ ഈ 81 എന്നത് ഒരുപക്ഷെ അതിന്റെ ഇരട്ടി ഉള്ള അന്വേഷണ സംഘം ആകേണ്ടി വന്നാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാൻ കഴിയില്ല. കാരണം കേരളത്തിലുള്ള 14 ജില്ലകളിലും ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ കേന്ദ്രങ്ങളാണെങ്കിൽ പരസ്പരം ആരോപിക്കാൻ കഴിയാത്തവണ്ണം എല്ലാവരും ഒരു കുടുക്കിൽപ്പെട്ട പോലെയാണ്. കാരണം അന്വേഷിച്ചു വരുമ്പോൾ ആർക്കൊക്കെയാണ് ബന്ധമെന്ന് തെളിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഞെട്ടിപ്പോകുമായിരിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് ഈ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ചുകൂടി വേണമല്ലോ ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ, അതിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി പോലീസ് സേന നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ അനന്തു കൃഷ്ണനും സായിഗ്രാമിന്റെ നേതൃത്വം നൽകുന്ന ആനന്ദകുമാറുമാണ് പ്രത്യക്ഷത്തിൽ ഇതിൽ ഒരു ആരോപണ വിധേയരായി നിലനിൽക്കുന്നത്. അവർ രണ്ടുപേരുമാണ് പ്രധാനമായും വിവിധ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവരുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഒട്ടേറെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം പേരുവിവരങ്ങൾ വരുന്നുണ്ട്. ആ പേരുവിവരങ്ങൾ വന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം തങ്ങൾ ഇരകളാണെന്ന മറ്റുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. ഇപ്പോൾ പോലീസിന്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളി ഈ വിവിധ ആൾക്കാരിൽ നിന്ന് സമാഹരിച്ച കോടികൾ ഈ അനന്തു കൃഷ്ണനും ആനന്ദകുമാറും അത് എവിടേക്കാണ് മാറ്റിയത്, അത് ഏത് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വെറും കേവലം സംഭാവനയാണോ, അതല്ല ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള വിപുലമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ തട്ടിപ്പാണോ? ഇതൊക്കെയാണ് പോലീസിന്റെ മുന്നിലുള്ള അന്വേഷണത്തിൽ തെളിയേണ്ടത്. അപ്പോൾ ഇതിൽ വിവിധ വശങ്ങൾ വരുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേടുണ്ട്, ഗൂഢാലോചനയുണ്ട്,
അതിനൊപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എക്കണോമിക് ഒഫൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥരെയും ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെയും സൈബർ ഡിവിഷൻ ഉദ്യോഗസ്ഥരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫോണുകൾ കേന്ദ്രീകരിച്ച്, ഡിജിറ്റൽ ഇടപാടുകൾ കേന്ദ്രീകരിച്ച്, ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഒക്കെ വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പോലീസിനും സർക്കാരിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് തീർച്ചയായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസിന്റെ കൂടുതൽ പരാതികൾ വന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ 2 ADGPമാരെ, ADGP ലോ ആൻഡ് ഓർഡറെയും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ADGPയെയും നേരിൽ കാണുകയും അവരോട് ഈ കേസിന്റെ സ്ഥിതിഗതികൾ ചോദിച്ചറിയുകയും ഈ അന്വേഷണത്തിന് വേണ്ടി വിപുലമായ ഒരു സംഘത്തെ നിയോഗിക്കണം, അത് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തന്നെ നിയോഗിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ടാണ് ഈ വിപുലമായ ഒരു അന്വേഷണ സംഘത്തെ, സമീപകാലത്ത് കേരള പോലീസ് നിയോഗിക്കുന്ന ഏറ്റവും വലിയ അന്വേഷണ സംഘം തന്നെയാണ് ഇത് എന്നതിൽ തർക്കമില്ല. കാരണം ഇപ്പോൾ നിലവിൽ നമുക്കറിയുന്ന ഈ സംഘം, അതായത് ക്രൈംബ്രാഞ്ച് ADGPയെയും ക്രൈംബ്രാഞ്ച് SP-യെയും ബാക്കി CIമാരും DYSPമാരും അടക്കം 81 പേരെയും കൂടി കൂട്ടിയാൽ ഏതാണ്ട് 83 പേരുടെ പട്ടിക ഇപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ SIമാരും എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പിന്റെ കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് അന്വേഷിക്കാൻ അത്രയും തന്നെ വലിയൊരു സംഘത്തെ പോലീസിന് നിയോഗിക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ 81 എന്നതാണ്. ഇനിയും പരാതികളുടെ പ്രവാഹം പല ജില്ലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതാത് സ്റ്റേഷനുകളിലൊക്കെ ഉദ്യോഗസ്ഥർ കൂടി ഇതിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകുമ്പോൾ ഇത് നമ്മൾ പോലും ഇങ്ങനെയൊക്കെ അന്വേഷണ സംഘം തന്നെ വേണ്ടി വരുന്നല്ലോ എന്ന് അത്ഭുതപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. എന്തായാലും ഈ തട്ടിപ്പിന്റെ ഓരോ കഥയും എത്രയും വേഗം ജനങ്ങൾ അറിയാൻ ഇടവരട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്.